ബാക്ക് ടു എൻ്റെ ക്ലാസ് ബൈ ആൽഫ ട്യൂട്ടേഴ്സ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിയോഗ്രഫിയിലെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലൈമറ്റിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 നമ്മൾ ക്ലൈമറ്റ് എന്താണ്, വെതർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി പാർട്ട് 2 പഠിക്കാൻ പോകുന്നത് എന്താണ്, ഇന്ത്യക്കകത്തുള്ള മൺസൂൺ എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? സോ വാട്ട് യു നോ അബൌട്ട് ദി മൺസൂൺ ഓഫ് ദി ഇന്ത്യ? അതായത് ഇന്ത്യയുടെ ക്ലൈമറ്റിനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ആക്ച്വലി മൺസൂൺ വിൻഡിനെ പറ്റി പറയുന്നത് ഫോറിനേഴ്സ് ആയിട്ടുള്ള സെയിലേഴ്സ് ആയിരുന്നു. അവർ ആക്ച്വലി സെയിൽ ചെയ്യുക നമ്മുടെ ഇന്ത്യക്ക്, അതായത് പണ്ട് എന്തായിരുന്നു, നമ്മുടെ സെയിലേഴ്സ്, ഫോറിൻ സെയിലേഴ്സ് നമ്മുടെ ഇന്ത്യക്കകത്തോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു റിവേഴ്സൽ ഓഫ് ദി വിൻഡ്സ് കണ്ടു. അപ്പോൾ ആ റിവേഴ്സൽ ഓഫ് ദി വിൻഡ്സിനെ പറ്റി നമ്മുടെ ഇന്ത്യക്കകത്ത് ഇങ്ങനെ റിവേഴ്സൽ ഓഫ് ദി വിൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ ഫോറിൻ സെയിലേഴ്സ് ആയിരുന്നു പണ്ട് കാലത്തായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ അറബ്സ് എന്ത് ചെയ്തത്, നമ്മുടെ ഇന്ത്യക്കകത്തോട്ട് ട്രേഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് വന്നത്, ട്രേഡ്സ് ഒക്കെ നടത്താനായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ട്രേഡിന് വേണ്ടി വന്നപ്പോഴാണ് അവരെന്ത് ചെയ്തത്, ഈ ഒരു റിവേഴ്സൽ ഓഫ് ദി വിൻഡ്സ് വിച്ച് സീൻ ഇൻ ദി ഇന്ത്യനെ അവരെന്ത് പേരിട്ട് വിളിച്ചു, മൺസൂൺ എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? സോ നമ്മുടെ ഇന്ത്യക്കകത്തെ ക്ലൈമറ്റിനെ പറ്റി പറയുന്ന സമയത്ത് മൺസൂൺ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മൺസൂൺ വിൻഡ് നമ്മുടെ ഇന്ത്യയുടെ ക്ലൈമറ്റിനെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്, റിവേഴ്സൽ ഓഫ് ദി വിൻഡിനെ ആദ്യമായിട്ട് കണ്ടത് ആക്ച്വലി ഫോറിൻ സെയിലേഴ്സ് ലോങ് ബാക്ക് എഗോ ആയിരുന്നു. അറബ്സ് ആണ് ആക്ച്വലി എന്നെ മൺസൂൺ എന്ന് പേരിട്ടത്. ആൻഡ് ഇത് എപ്പോഴൊക്കെയാണ് കാണുന്നത് നമുക്ക് നോക്കണം അല്ലേ? അത് ആക്ച്വലി നമ്മുടെ വേൾഡിൻ്റെ അകത്തുള്ള ട്രോപ്പിക്കൽ റീജിയനിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മൺസൂൺ വിൻഡ് ആക്ച്വലി കാണുന്നത്. അതായത് 20 ഡിഗ്രി നോർത്ത് ടു 20 ഡിഗ്രി സൗത്ത് ആയിട്ടുള്ള റീജിയൻ ഓഫ് ദി ട്രോപ്പിക്കൽ റീജിയനാണ് മൺസൂൺ കാറ്റ് വീശുന്നുണ്ടാകുന്നത്. അപ്പോൾ അത്രയും കാര്യം മനസ്സിലായല്ലോ. ഇന്ത്യയുടെ ക്ലൈമറ്റിനെ മൺസൂൺ അഫക്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് കണ്ടെത്തിയത് റിവേഴ്സൽ ഓഫ് ദി വിൻഡിനെ പറ്റി പറഞ്ഞത് ഫോറിൻ ടൈലേഴ്സ് ലോങ് ബാക്ക് എഗോ ആയിരുന്നു. അറബ്സ് ആണ് ആക്ച്വലി മൺസൂൺ എന്ന് പേരിട്ടത്. ട്രോപ്പിക്കൽ റീജിയനിൽ 20 ഡിഗ്രി നോർത്ത് ടു 20 ഡിഗ്രി സൗത്തിലാണ് എന്ത് ചെയ്തത്, മൺസൂൺ കാണുന്നത്. സോ ഈ മൺസൂൺ വിൻഡിനെ നമ്മൾ ഡീറ്റെയിൽഡ് പഠിക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദി മെക്കാനിസം ഓഫ് ദി മൺസൂൺ വിൻഡ്. എന്തൊക്കെയാണ് ദി മെക്കാനിസം ഓഫ് ദിസ് വിൻഡ് നമ്മൾ പറഞ്ഞേ പറ്റും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മുടെ അൺഈവൻ ഹീറ്റിംഗ് ഓഫ് ദി ലാൻഡ് ആൻഡ് ദി വാട്ടർ. അൺഈവൻ ഹീറ്റിംഗ് നമ്മൾ നേരത്തെ മുതലേ നമ്മളെ ക്ലൈമറ്റിന് നമ്മൾ പറയുന്ന കാര്യമാണ് അൺഈവൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടറിനെ പറ്റി പറയാം. അതെന്തുകൊണ്ടാണ് ആക്ച്വലി ആ ഒരു പോയിന്റ് ഇവിടെ വരാൻ കാരണം എന്ന് പറയുന്നത്, അതായത് നമ്മളെ ലാൻഡും വാട്ടറും ആക്ച്വലി ചൂടാകുന്ന രണ്ട് റീജിയനിലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ലാൻഡ് വരുമ്പോഴത്തേക്കും ലാൻഡിന് ഒരു ലോ പ്രഷറും വാട്ടർ വരുമ്പോൾ എന്തായിരിക്കും, അത് സീ റീജിയൻ എന്തായിരിക്കും, ഒരു ഹൈ ആയിട്ടുള്ള പ്രഷർ ആയിരിക്കും കാണുന്നത്. സോ ഈ ഒരു പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ആരാണ്, ലാൻഡ് ആൻഡ് ദി വാട്ടറും നമ്മുടെ മെക്കാനിസം ഓഫ് ദി മൺസൂണിനെ ബാധിക്കുന്നുണ്ട്. അത് മനസ്സിലായല്ലോ. സോ സെക്കൻഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് ITCZ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ആൻഡ് ദി പൊസിഷൻ ഓഫ് ദി ITCZ എന്ന് പറയുന്നത്. അതെന്താന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കും. എന്താണ് ഈ ITCZ എന്ന് ആലോചിക്കും. ITCZ വേറെ ഒന്നുമല്ല, ഇറ്റ് ഇസ് ആൻ എക്സ്പാൻഡ് ചെയ്ത ഫോം ആണ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് എന്നാണ് ആക്ച്വലി ഇതിൻ്റെ എക്സ്പാൻഡ് ആയിട്ടുള്ള ഫോം എന്ന് വിളിക്കുന്നത്. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, ITZ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി വേറെ ഒന്നുമല്ല, നമ്മുടെ ഇക്വേറ്ററിൻ്റെ റീജിയൻ്റെ അവിടെ കാണുന്നതാണ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്നത്. അതായത് നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റുമായിട്ടുള്ള വിൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ടാകും, ഈ ഒരു റീജിയനിൽ വന്നിട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർ എന്തെന്ന് വിളിക്കുന്നത്, ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺസ്. അപ്പോൾ ഇവരുടെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇവർ ഇക്വറ്റോറിയൽ റീജിയനിലൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാകുന്നത്. പക്ഷെ ഇവർ എന്ത് ചെയ്യുന്നുണ്ടാകും, ഒരു സമ്മറൊക്കെ ആകുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നുണ്ടാകും, ഗംഗാ പ്ലെയിൻസിലോട്ട് ചെറുതായിട്ട് ഒരു ഷിഫ്റ്റ് ഇവർ കാണിക്കുന്നുണ്ടാകും. സോ ആ ഷിഫ്റ്റ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദി ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണും എന്ത് ചെയ്യുന്നുണ്ടാകും, നമ്മുടെ മെക്കാനിസംസ് ഓഫ് ദി മൺസൂൺ അഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദി തേർഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് ഈസ്റ്റ് ഓഫ് മഡഗാസ്കറിൻ്റെ അവിടെയുള്ള ഹൈ പ്രഷർ. ഈസ്റ്റ് ഓഫ് മഡഗാസ്കർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ മഡഗാസ്കറിൻ്റെ അവിടെയുള്ള ഹൈ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ടാകും, നമ്മുടെ മൺസൂൺ വിൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ടാകും. കാരണം എന്തുകൊണ്ട് അത്രയും ദൂരമുള്ള വരാൻ കാരണം വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ നിന്നും 20 ഡിഗ്രി സൗത്ത് ഓവർലായിട്ടായിരിക്കും നമ്മുടെ ആര് കാണുന്നത്, ഈസ്റ്റ് ഓഫ് മഡഗാസ്കർ കാണുന്നത്. സോ അതിൻ്റെ ഹൈ പ്രഷറും എന്ത് ചെയ്യുന്നുണ്ടാകും, നമ്മുടെ മൺസൂൺ വിൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ടാകും. സോ
മൺസൂൺ വിൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ടിബറ്റൻ പ്ലാറ്റൂവിൻ്റെ അവിടെയുള്ള ലോ പ്രഷർ. ടിബറ്റൻ പ്ലാറ്റൂവിനെ പറ്റി പറയുമ്പോൾ ഒടുക്കത്തെ ചൂടാണ് സത്യം പറഞ്ഞാൽ ഈ ടിബറ്റൻ പ്ലാറ്റൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ച്വലി ഇന്റൻസ് ഓഫ് ദി ഹീറ്റ് കാരണം അവിടെ ആക്ച്വലി ഒരു സ്ട്രോങ് വെർട്ടിക്കൽ ആയിട്ടുള്ള എയർ കറണ്ട് ഫോം ചെയ്യും. ഒരു സ്ട്രോങ് വെർട്ടിക്കൽ ആയിട്ടുള്ള എയർ കറണ്ട് ആണ് എന്തുകൊണ്ടാണ് ടിബറ്റൻ പ്ലാറ്റൂവിൽ ഫോം ചെയ്യുന്നത്? ഡ്യൂ ടു ദി ഇന്റൻസ് ഓഫ് ദി ഹീറ്റ് കാരണം. അപ്പോൾ ഈ ഒരു സ്ട്രോങ് വെർട്ടിക്കൽ എയർ കറണ്ട് അവിടെ ഫോം ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് പ്രഷർ ആയിരിക്കും ഫോം ചെയ്യുക? ലോ പ്രഷർ ആയിരിക്കും ഫോം ചെയ്യുക. സോ ഡ്യൂ ടു ദിസ് ലോ പ്രഷർ എന്തും ചെയ്യുന്നുണ്ടാകും, അതും നമ്മുടെ മെക്കാനിസം മൺസൂണിനെ അഫക്ട് ചെയ്യുന്നുണ്ടാകും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ജെറ്റ് സ്ട്രീം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ജെറ്റ് സ്ട്രീമിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. സോ വെസ്റ്റേർലി ആയിട്ടുള്ള ജെറ്റ് സ്ട്രീമും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈസ്റ്റേർലി ആയിട്ടുള്ള ജെറ്റ് സ്ട്രീമും നമുക്കുണ്ട്. ഈ വെസ്റ്റേർലി ആയിട്ടുള്ള ജെറ്റ് സ്ട്രീം എന്ത് ചെയ്യുന്നുണ്ടാകും? നോർത്ത് ഓഫ് ഹിമാലയയിലോട്ടും അതുപോലെ തന്നെ ഈസ്റ്റേർലി ആയിട്ടുള്ള ജെറ്റ് സ്ട്രീം എങ്ങോട്ടും പോകുന്നുണ്ടാകും? ഇന്ത്യക്കകത്തുള്ള പെനിൻസുലയിലോട്ടും പോകുന്നുണ്ടാകും. സോ അങ്ങനെ ആക്ച്വലി എന്ത് സംഭവിക്കുന്നുണ്ടാകും? അത് നമ്മുടെ മൺസൂൺ വിൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ടാകും. സോ ദീസ് ആർ ദി 5 മേജർ പോയിന്റ്സ്. ഒന്നെന്താണ്? നമ്മുടെ ലാൻഡിന്റെയും സീയുടെയും അകത്തുള്ള പ്രഷർ ഡിഫറൻസ് എങ്ങനെ ഉണ്ടാകുന്നു? ലാൻഡിന് ആക്ച്വലി അൺഈവൻ ഹീറ്റിംഗ് കാരണം ലോ പ്രഷർ, സീക്ക് ആക്ച്വലി അൺഈവൻ ഹീറ്റിംഗ് കാരണം ഹൈ പ്രഷർ ഉണ്ടാകുന്നു. സോ ദാറ്റ് ലോ പ്രഷറും ഹൈ പ്രഷറുള്ള അൺഈവൻ പ്രഷർ കാരണം നമുക്ക് അവിടെ നമ്മുടെ ആ പ്രഷർ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ടാകും? നമ്മുടെ മൺസൂൺ വിൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ടാകും. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിന്റെ ഷിഫ്റ്റ് ആയിരിക്കും. നോർമലി ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്ന ഇക്വേറ്റർ റീജിയനിലായി കാണുന്നുണ്ടാകുന്നത്. അവിടെ എന്താ സംഭവിക്കുക? നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റ് ആയിട്ടുള്ള വിൻഡ് കൺവേർജ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് വിളിക്കുന്നത്. ആ ഇക്വേറ്ററുള്ള സംഭവം ഒരു സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കും ഗംഗാ പ്ലെയിൻസിലോട്ട് ചെറിയൊരു ചരിവ് ഒരു പൊസിഷന്റെ ചേഞ്ച് അവിടെ കാണുക, ഷിഫ്റ്റ് നടക്കുന്നുണ്ടാകും. സോ അത് നമ്മുടെ മൺസൂൺ വിൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ് എന്താണ്? ഈസ്റ്റ് ഓഫ് മഡഗാസ്കറിന്റെ അവിടെയുള്ള ഹൈ പ്രഷറും ടിബറ്റൻ പ്ലാറ്റൂവിന്റെ അവിടെ ലോ പ്രഷർ. എങ്ങനെയാണ് ടിബറ്റൻ പ്ലാറ്റൂവിൽ ലോ പ്രഷർ ഉണ്ടാകുന്നത്? ഇന്റൻസീവ് ആയിട്ടുള്ള ഹീറ്റ് കാരണം ഒരു സ്ട്രോങ് വെർട്ടിക്കൽ എയർ കറണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അത് കാരണം നമ്മുടെ ടിബറ്റൻ പ്ലാറ്റൂവിന്റെ അവിടെയുള്ള ലോ പ്രഷർ, ഈസ്റ്റ് ഓഫ് മഡഗാസ്കറിന്റെ അവിടെയുള്ള ഹൈ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മൺസൂൺ അഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് എന്താണ്? ജെറ്റ് സ്ട്രീം ആയിരിക്കും. വെസ്റ്റേൺ ആയിട്ടുള്ള ജെറ്റ് സ്ട്രീം ആണെങ്കിൽ നോർത്ത് ഓഫ് ഹിമാലയയിലോട്ടും ഈസ്റ്റേൺ ആയിട്ടുള്ള ജെറ്റ് സ്ട്രീം ആണ് എന്ത് ചെയ്യുന്നുണ്ടാകും? ഇന്ത്യൻ പെനിൻസുലയിലോട്ടായിരിക്കും പോകുന്നുണ്ടാകുന്നത്. സോ ഇത്രയും ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൺസൂൺ വിൻഡിനെ അഫക്ട് ചെയ്യുന്നത്. ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായല്ലോ. ഇനി ഇത് കൂടാതെ തന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യം കൂടിയുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സദേൺ ഓഷ്യൻ്റെ അകത്തുള്ള എന്താണ്? പ്രഷർ ചേഞ്ച് ആണ്. സദേൺ ഓഷ്യൻ്റെ അവിടെയുള്ള എന്താണ്? പ്രഷർ ചേഞ്ചസ് ആണ്. അത് പറയാൻ കാരണം എന്ന് പറയാൻ നമ്മുടെ സദേൺ ഓഷ്യൻസ് ഏതൊക്കെയാണ്? പസഫിക് ഓഷ്യനും അതുപോലെ തന്നെ എന്താണ്? ഇന്ത്യൻ ഓഷ്യൻ എന്ത്? ബേസിക്കലി നമ്മുടെ സദേൺ ഓഷ്യൻ്റെ അകത്ത് വരുന്നുണ്ടാകുന്നത്. അപ്പോൾ ഈ പസഫിക് ഓഷ്യൻ എന്ന് പറയുന്ന ഹൈ പ്രഷർ ആയിരിക്കും എവിടെ കാണുന്നത്? നമ്മുടെ പസഫിക് ഓഷ്യനിൽ കാണുന്നത്. അതേസമയം ഇന്ത്യൻ ഓഷ്യനിൽ ഏത് ടൈപ്പ് ഓഫ് പ്രഷർ ആയിരിക്കും? ലോ പ്രഷർ ആയിരിക്കും നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ കണ്ടുവരാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിവേഴ്സൽ ഓഫ് ദി പ്രഷർ നടക്കും. മനസ്സിലായല്ലോ? നമുക്ക് എന്ത് നടക്കുന്നു? റിവേഴ്സൽ ഓഫ് ദി പ്രഷർ എവിടെ നടക്കുന്നു? പസഫിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും തമ്മിൽ നടക്കുന്നുണ്ട്. ആൻഡ് ദിസ് പീരിയോഡിക് ചേഞ്ച് ഇൻ ദ പ്രഷർ സിസ്റ്റമിനെ വിളിക്കുന്ന പേരാണ് സദേൺ ഓസിലേഷൻ. 1 മാർക്ക് ക്വസ്റ്റ്യനോ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ പറ്റിയ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് എന്ത്? സദേൺ ഓസിലേഷൻ. എന്താണ് സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ സദേൺ ഓഷ്യൻസ് ഏതൊക്കെയാണ്? പസഫിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനാണ്. പസഫിക് ഓഷ്യന് സത്യം പറഞ്ഞാൽ എപ്പോഴും ഹൈ പ്രഷർ ആയിരിക്കും. ഇന്ത്യൻ ഓഷ്യൻ എപ്പോഴും എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. പക്ഷേ എപ്പോഴും അല്ല, പീരിയോഡിക്കലി എന്ത് ചെയ്യുന്നുണ്ടാകും? ഇവിടെ ഒരു റിവേഴ്സൽ ഓഫ് ദി പ്രഷർ സിസ്റ്റം ആയിട്ട് പസഫിക് ലോ ആയിട്ടും ഇന്ത്യൻ ആരായിട്ട് മാറും? ഹൈ ആയിട്ട് റിവേഴ്സ് ഓഫ് ദി പ്രഷർ സിസ്റ്റം നടക്കുന്നുണ്ട്. ആ പീരിയോഡിക് ചേഞ്ച് ഇൻ ദി പ്രഷർ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് എന്താ? സദേൺ ഓസിലേഷൻ. സോ ഈ സദേൺ ഓസിലേഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മുടെ മൺസൂൺ വിൻഡ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് രണ്ടാമത്തെ ഫാക്ടർ വിച്ച് അഫക്ട്സ് എക്സ്ട്രാ ഫാക്ടർ വിച്ച് അഫക്ട്സ് ദി നമ്മുടെ മൺസൂൺ വിൻഡ് ആണ് ഒന്ന് തഹദീം, അതുപോലെ തന്നെ ഡാർവിൻ എന്ന് പറഞ്ഞ സ്ഥലം. തഹദീം അതുപോലെ തന്നെ ഡാർവിൻ. എന്താണ് ആക്ച്വലി തഹദീം ഡാർവിൻ എന്ന് പറയുന്നത്? ആക്ച്വലി ഇത് രണ്ടും രണ്ട് സ്ഥലമാണ്. ഇവർ രണ്ടുപേരുടെയും എന്താണ്? ഇവർ രണ്ട് സ്ഥലങ്ങളാണ്. ഇവർ രണ്ടുപേരുടെയും പ്രഷർ ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ടാകും? നമ്മുടെ മൺസൂൺ വിൻഡ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ടാകും. എങ്ങനെയായിരിക്കും മൺസൂൺ വിൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ടാകുന്ന? അതായത് അവരുടെ നമുക്ക് പ്രഷർ ഡിഫറൻസ് വെച്ചിട്ട് നമ്മുടെ മൺസൂൺ വിൻഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് പറയാൻ പറ്റുന്നുണ്ടാകും.
തഹതി എന്ന് പറയുന്ന ആക്ച്വലി പസഫിക് ഓഷ്യൻ്റെ അവിടെ കാണുന്ന സ്ഥലമാണ് തഹതി എന്ന് പറയുന്നത്. ആൻഡ് ഡാർവിൻ എന്ന് പറയുന്ന ആക്ച്വലി ഇന്ത്യൻ ഓഷ്യൻ അവിടെ കാണുന്ന സ്ഥലമാണ് എന്ത്, ഡാർവിൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇവർ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റൻസിറ്റി ഓഫ് ദി മൺസൂൺ വിൻഡിനെ പറ്റി പറയാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കൊരു ബിലോ ആവറേജ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലേറ്റ് ആയിട്ടുള്ള മൺസൂൺ ആയിരിക്കും വരുന്നത്. അപ്പം അത്ര മനസ്സിലായല്ലോ. സോ ദേ ഓൾസോ ഇൻഫ്ലുവൻസ് അവർ മൺസൂൺ. എങ്ങനെയാണ്, തഹതി വന്നിട്ട് പസഫിക് ഓഷ്യൻ എവിടെയാണ് കാണുന്നത്, ഡാർവിൻ വന്നിട്ട് ഇന്ത്യൻ ഓഷ്യൻ എവിടെയായിരിക്കും കാണുന്നുണ്ടാവുന്നത്. ഇവർ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇന്റൻസിറ്റി ഓഫ് ദി മൺസൂൺ വിൻഡ് പ്രഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നെഗറ്റീവ് ആണ് പ്രഷർ ഡിഫറൻസ് എന്ന് സംഭവിക്കുന്നുണ്ടാവും, ബിലോ ആവറേജും ലേറ്റ് ആയിട്ടുള്ള മൺസൂൺ ആയിരിക്കും. മനസ്സിലാവുന്നത്, അത്ര മനസ്സിലായാലോ. ആൻഡ് നമ്മൾ നേരത്തെ സദേൺ ഓസിലേഷനെ പറ്റി പറഞ്ഞു. എന്താണ് സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ പ്രഷർ പീരിയോഡിക് ചേഞ്ചസ് ബിറ്റ്വീൻ ദ പസഫിക് ഓഷ്യനും അതുപോലെ തന്നെ എന്തായിരുന്നു, ഇന്ത്യൻ ഓഷ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സദേൺ ഓഷ്യൻ അല്ലെങ്കിൽ സദേൺ ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ടേം പഠിക്കാനുണ്ട്. അതാണ് എൽ നിനോ എന്ന് പറയുന്നത്. ആരാണത്, എൽ നിനോ. എന്താണ് എൽ നിനോ എന്ന് പറയുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് നമുക്ക് പെറൂവിയൻ കറണ്ട് ഉണ്ട് അല്ലേ. പെറൂവിയൻ കറണ്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കോൾഡ് ആയിട്ടുള്ള കറണ്ടാണ് പെറൂവിയൻ കറണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു ടെമ്പറേച്ചർ റീപ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. ഒരു ടെമ്പറേച്ചർ റീപ്ലേസ് ചെയ്തിട്ട് ഈ കറണ്ട് ആരായിട്ട് മാറുന്നു, ഒരു ഹോട്ട് കറണ്ട് ആയിട്ട് ആര് മാറുന്നു, പെറൂവിയൻ കറണ്ട് മാറുന്നുണ്ട്. ആൻഡ് അങ്ങനെ എന്തായിരിക്കും 2 to 5 years കൂടുമ്പോഴായിരിക്കും മിക്കവാറും നടക്കുന്നുണ്ട്. എപ്പോഴും നടക്കുന്നുണ്ടാവില്ല. സോ ആ ഒരു ടെമ്പറേച്ചർ റീപ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദ പെറൂവിയൻ കറണ്ട് വിളിക്കുന്ന പേരാണ് എൽ നിനോ എന്ന് പറയുന്നത്. ആൻഡ് എൽ നിനോ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ആയിട്ടുള്ള വാക്കാണ്. ആ വാക്കിന്റെ മീനിങ് എന്ന് വെച്ചാൽ ചൈൽഡ് എന്നാണ്, അല്ലെങ്കിൽ ബേബി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ക്രിസ്മസ് സമയത്താണ്, നമ്മുടെ ക്രിസ്മസിന്റെ സമയത്താണ് മിക്കവാറും ഈ ഒരു സംഭവം എൽ നിനോ സംഭവം നടക്കുന്നുണ്ടാകുന്നത്. അപ്പം ഈ എൽ നിനോ നടക്കുന്ന സമയത്ത് എന്തായിരിക്കും, അവിടുത്തെ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ അവിടെ സർഫസ് ഏരിയക്കകത്തുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ടാകും, സർഫസ് ഏരിയക്കകത്തുള്ള ടെമ്പറേച്ചർ ചെറുതായിട്ടൊന്ന് കൂടുന്നുണ്ടാകും. അപ്പം അത് കാരണം നമ്മുടെ ട്രേഡ് വിൻസ് എന്ത് ചെയ്യുന്നുണ്ടാകും, കുറച്ച് വീക്ക് ആകാൻ ചാൻസ് കാണും. മനസ്സിലായല്ലോ. സോ ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എൻസോ, ENSO. എന്താണ്, എൽ നിനോ സദേൺ ഓസിലേഷൻ. മനസ്സിലായല്ലോ. സോ അത്രയും കാര്യം മനസ്സിലായല്ലോ. നമ്മുടെ സദേൺ ഓസിലേഷൻ കാരണം നടക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഫിനോമിനയാണ് എൽ നിനോ എന്ന് പറയുന്നത്. പെറൂവിയൻ കറൻസ് ബേസിക്കലി കോൾഡ് ആയിരിക്കും. അവിടെ ടെമ്പറേച്ചർ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു ഹോട്ട് കറണ്ടായിട്ട് മാറുന്നുണ്ട്. 2 to 5 years കൂടുമ്പോഴേക്കും ഉണ്ടാകുന്നത്. എന്താണ് എൽ നിനോ വാക്കിന്റെ അർത്ഥം, ഒരു സ്പാനിഷ് വേർഡാണ്. ഇത് ആക്ച്വലി ചൈൽഡ് ആണ്, ഒരു ബേബി ക്രൈസ്റ്റ് വിളിക്കുന്ന ക്രിസ്മസ് ആയിട്ടുള്ള സമയത്തായിരിക്കും ഇത് നടക്കുന്നുണ്ടാകുന്നത്. ആൻഡ് എൽ നിനോ കാരണം നമുക്ക് സർഫസ് ഏരിയയുടെ ടെമ്പറേച്ചർ കൂടിയിട്ട് അവിടെ ട്രേഡ് വിൻസ് ഭയങ്കര വീക്ക് ആകുന്നുണ്ട്. ആ ഒരു ഫിനോമിന വിളിക്കുന്ന പേരാണ് ENSO. എന്താണ് ENSO, എൽ നിനോ സദേൺ ഓസിലേഷൻ. അത്രയും മനസ്സിലായല്ലോ. സോ നമ്മുടെ മൺസൂൺ എന്താണെന്ന് പറഞ്ഞു, അറബാണ് പേരിട്ടേന്ന് പറഞ്ഞു, 5 മേജർ റീസൺ പറഞ്ഞു, പിന്നെ അല്ല ചേഞ്ചസ് ആയിട്ട് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കാര്യം പറഞ്ഞു. നമുക്ക് എങ്ങനെയാണ് ഈ മൺസൂൺ തുടങ്ങുന്നത്, എങ്ങനെയാണ് ഈ മൺസൂൺ അവസാനിക്കുന്നതെന്ന് പഠിക്കാം. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി ഓൺസെറ്റ് ഓഫ് ദി മൺസൂൺ. മൺസൂൺ എങ്ങനെ തുടങ്ങുന്നതെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിരിക്കേണ്ട മനസ്സിലെ പോയിന്റ് ആണ്, മൺസൂൺ എന്ന് പറയുന്നത് സ്റ്റഡി ആയിട്ടുള്ള ഒരു വിൻഡ് അല്ല. മൺസൂൺ എങ്ങനെയാണ്, ഒരു പൾസേറ്റിംഗ് നേച്ചറാണ്, മാറിയും തിരിഞ്ഞ ഒരു സ്ഥിരതയില്ലാത്ത സാധനമാണ്. ആരെന്ന് പറയുന്നത്, നമ്മുടെ മൺസൂൺ എന്ന് പറയുന്നത്. അതെന്തല്ല, സ്റ്റഡിയേ അല്ല. അത് ആരാണ്, ഒരു പൾസേറ്റിംഗ് നേച്ചർ ആയിരിക്കും. ആര് കാണിക്കുന്നത്, മൺസൂൺ മീൻസ് കാണിക്കുന്നുണ്ടാവുന്നത്. ആൻഡ് നമ്മുടെ ഡ്യൂറേഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് 100 മുതൽ 120 ദിവസം, 100 to 120 days ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ടൈം പറയുമ്പോഴത്തേക്കും ഒരു ഏർലി ഓഫ് ദി ജൂൺ മുതൽ അതുപോലെ തന്നെ മിഡ് ഓഫ് ദി സെപ്റ്റംബർ വരെ ആയിരിക്കും മൺസൂണിൻ്റെ ഒരു കാലാവധി അല്ലെങ്കിൽ ഒരു പീരീഡ് എന്ന് പറയുന്നത്. മനസ്സിലായാലോ. ആൻഡ് നമ്മൾ എങ്ങനെ ഇത് ആക്ച്വലി വന്നു എന്ന് പറയാം, നമുക്ക് നോർമൽ ആയിട്ടുള്ള മഴ പെയ്യും അല്ലേ. ഈ നോർമൽ ആയിട്ടുള്ള പെയ്യുന്ന റെയിൻഫോൾ എന്ന് പറയുന്നത് മൺസൂൺ ടൈം ആകുമ്പോഴത്തേക്കും ഇൻക്രീസ് ആവും. ഇൻക്രീസ് ആയിട്ട് കുറച്ചധികം ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ആൻഡ് നമുക്ക് അപ്പം പറയാൻ പറ്റും മൺസൂൺ വരാറായിരുന്നു. ആൻഡ് ആ ഒരു ഫിനോമിന വിളിക്കുന്ന പേരാണ് ബേസ്റ്റ് ഓഫ് മൺസൂൺ. എന്തെന്ന് വിളിക്കും, ബേസ്റ്റ് ഓഫ് മൺസൂൺ. സോ മൺസൂണിൻ്റെ ഓൺസെറ്റ് എങ്ങനെയാണ് പറയുന്നത്, മൺസൂൺ ആക്ച്വലി ഒരു പൾസേറ്റിംഗ് നേച്ചറാണ്.
100 to 120 ഡേയ്സ് ആയി കാണുന്നത് ഏർലി ജൂൺ ടു മിഡ് സെപ്റ്റംബറിന്റെ ഇടയിലായി കാണുന്നുണ്ടാകുന്നത്. നോർമൽ റെയിൻഫോൾ പോലെ ആയിരിക്കും. ആ നോർമൽ റെയിൻഫോൾ എന്തായിരിക്കും, പെട്ടെന്ന് കൊണ്ടങ്ങ് ഇൻക്രീസ് ആയിട്ട് കുറച്ച് സെവറൽ ഡേയ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്താ, ബേസ്റ്റ് ഓഫ് മൺസൂൺ. മൺസൂൺ തുടങ്ങാറ്. ഇനി അത് എങ്ങനെ തുടങ്ങുന്നു, അത് എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് ബേസിക്കലി നമ്മുടെ മൺസൂൺ തുടങ്ങുന്നത് സദേൺ ടിപ്പ് ഓഫ് ഇന്ത്യൻ പെനിൻസുല. എവിടെയാണ്, സദേൺ ടിപ്പ് ഓഫ് ഇന്ത്യൻ പെനിൻസുലയിലാണ് ആര് തുടങ്ങുന്നത്, നമ്മുടെ മൺസൂൺ തുടങ്ങുന്നത്. പെനിൻസുല എപ്പോഴാണ് തുടങ്ങുന്നത്, ഒരു ജൂൺ ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മൺസൂൺ അങ്ങ് തുടങ്ങും. ഓക്കെ അല്ലേ. ഇനി തുടങ്ങി കഴിഞ്ഞ് മൺസൂൺ 2 ബ്രാഞ്ചുകളായിട്ട് പോകുന്നുണ്ടാകും. ഒന്ന് വന്നിട്ട് അറേബ്യൻ സീയുടെ ബ്രാഞ്ചായിട്ടും രണ്ടാമത് വന്നിട്ട് ബേ ഓഫ് ബംഗാളിൻ്റെ ബ്രാഞ്ചായിട്ടും പോകുന്നുണ്ടാകും. ഓക്കെ അല്ലേ. ഈ ഒരു അറേബ്യൻ സീയുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു 10 ദിവസം കൊണ്ട് എവിടെ എത്തുന്നുണ്ടാകും, നമ്മുടെ മുംബൈയിലോട്ട് വരുന്നുണ്ടാകും. മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേ ഓഫ് ബംഗാളിൻ്റെ ബ്രാഞ്ച് എന്താണ്, അതിൽ ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ. ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബേ ഓഫ് ബംഗാളിൻ്റെ ബ്രാഞ്ച് എവിടെ പോകുന്നുണ്ടാകും, ആസാമിലോട്ട് വരുന്നുണ്ടാകും. അത് അത്രയും കാര്യം മനസ്സിലായല്ലോ. എവിടെയാണ് നമ്മുടെ മൺസൂൺ വേണ്ടി തുടങ്ങുന്നത്, സദേൺ ടിപ്പ് ഓഫ് ഇന്ത്യൻ പെനിൻസുലയിലായിരിക്കും. ജൂൺ ഫസ്റ്റ് വീക്ക് തുടങ്ങുന്നുണ്ടാകും. 2 ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ടാകും, അറേബ്യൻ സീ ബ്രാഞ്ചായിട്ടും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചായിട്ടും. 10 ദിവസം കൊണ്ട് അറേബ്യൻ സീ ബ്രാഞ്ച് മുംബൈയിലോട്ടും ബേ ഓഫ് ബംഗാളിന്റെ ബ്രാഞ്ച് ഒരു ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ ആകുമ്പോഴത്തേക്കും ആസാമിലോട്ടും വരുന്നുണ്ടാകും. ഇനി ഈ അറേബ്യൻ സീയിലെ ബ്രാഞ്ച് വരുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മുടെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിനെയും അറേബ്യൻ സീ ബ്രാഞ്ചിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലോഫ്റ്റി മൗണ്ടൻസ് ഇവർ ആക്ച്വലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകും. ഈ ലോഫ്റ്റി മൗണ്ടൻസ് ആണ്. ലോഫ്റ്റി മൗണ്ടൻസ് ആക്ച്വലി ഇവരെ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ടാകും, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകും. അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകും, നമ്മുടെ മൺസൂണിനെ ഗംഗാ പ്ലെയിൻസിലോട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും, ഒരു ഡിഫ്ലക്ഷൻ ചെയ്യുന്നുണ്ടാകും. എന്താണ് ഈ ലോഫ്റ്റി മൗണ്ടൻ ചെയ്യുന്നത്, ഗംഗാ പ്ലെയിൻസിലോട്ട് ഒരു ഡിഫ്ലക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാകും. എന്നിട്ട് ഈ അറേബ്യൻ ആയിട്ടുള്ള ബ്രാഞ്ച് സത്യം പറഞ്ഞാൽ ഒരു മിഡ് ഓഫ് ജൂൺ വരുമ്പോഴത്തേക്കും, ഒരു ജൂൺ നടുക്കൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെ എത്തുന്നുണ്ടാകും, ജൂൺ നടുക്കാകുമ്പോഴത്തേക്കും സൗരാഷ്ട്ര, അതുപോലെ തന്നെ കച്ച്, അതുപോലെ തന്നെ സെൻട്രൽ പാർട്ട് ഓഫ് നമ്മുടെ കൺട്രിയിലോട്ട് എവിടെ എത്തുന്നുണ്ടാകും, നമ്മുടെ ഈ അറേബ്യൻ സീയുടെ ബ്രാഞ്ച് എത്തുന്നുണ്ടാകും. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും, അറേബ്യൻ സീയുടെ ബ്രാഞ്ച് ബേ ഓഫ് ബംഗാളിന്റെ ബ്രാഞ്ച് കൂടെ എന്ത് ചെയ്യുന്നു, മർജായിട്ട് എവിടെ വെച്ചിട്ട്, ഗംഗാ പ്ലെയിൻസിൽ വെച്ചിട്ട് അവര് മർജ് ആവുന്നുണ്ടാകും. മനസ്സിലായാലോ. എന്നിട്ട് ആക്ച്വലി ഇവര് എവിടെ പോകുന്നുണ്ടാകും, ഒരു ജൂലൈ ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും അവര് ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന പോലുള്ള സ്ഥലങ്ങളിലോട്ട് അവര് പോകുന്നുണ്ടാകും. എന്നിട്ട് അവര് മിഡ് ഓഫ് ജൂലൈയിലാകുന്ന സമയത്ത്, ജൂലൈ തുടക്കം ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാനയിലൊക്കെ പോകുന്നുണ്ടാകും. ഒരു മിഡ് ഓഫ് ജൂലൈ ആകുമ്പോഴത്തേക്കും അവർ എവിടെ വരുന്നുണ്ടാകും, ഹിമാചൽ പ്രദേശിലോട്ടൊക്കെ വരുന്നുണ്ടാകും. പിന്നെ ബാക്കി റെസ്റ്റ് ഓഫ് ഇന്ത്യയിലോട്ട് പയ്യെ പോകുന്നുണ്ടാകും. സോ ദിസ് ഈസ് വാട്ട് ദി ഓൺസെറ്റ് ഓഫ് ദി മൺസൂൺ എന്നാണ്. അപ്പോൾ ആരായിരിക്കും, സദേൺ ടിപ്പ് ഓഫ് ദി ഇന്ത്യൻ പെനിൻസുലയിൽ ജൂൺ ഫസ്റ്റ് വീക്ക് വരുന്നുണ്ടാകും. അത് 2 ബ്രാഞ്ചായിട്ട് അറേബ്യൻ സീ ബ്രാഞ്ചായിട്ടും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചായിട്ടും പോകുന്നുണ്ടാകും. ഒരു 10 ദിവസം കൊണ്ട് അറേബ്യൻ സീ ബ്രാഞ്ച് വന്നിട്ട് മുംബൈയിലോട്ടും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് വീക്ക് കൊണ്ട് എന്തായിരിക്കും, ഒരു ആസാമിലോട്ടും വരുന്നുണ്ടാകും. പിന്നെ ലോഫ്റ്റി മൗണ്ടൻസ് എന്ത് ചെയ്യുന്നുണ്ടാകും, ഇവർ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട് ഗംഗാ പ്ലെയിൻസിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാകും. നമ്മുടെ അറേബ്യൻ സീ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, മിഡ് ഓഫ് ജൂൺ ആകുമ്പോഴത്തേക്കും സൗരാഷ്ട്ര, കച്ച്, സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യയിലോട്ട് വരുന്നുണ്ടാകും. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ടാകും, അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഗംഗാ പ്ലെയിൻസിൽ വെച്ചിട്ട് അവർ മർജ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും, ജൂലൈ ഫസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന പോലുള്ള സ്ഥലങ്ങളിലോട്ടും മിഡിൽ ഓഫ് ജൂലൈയിലാകുമ്പോഴത്തേക്കും ഹിമാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും, അവർ പയ്യെ അങ്ങ് പോകുന്നുണ്ടാകും. ഇത്രയും കാര്യം മനസ്സിലായാലും. ഇനി നമ്മുടെ ഇത് തുടക്കം നമ്മൾ പിടികിട്ടി. ഇനി എങ്ങനെയാണ് ഇവരെ മൺസൂൺ പെയ്ത് തീർന്ന് നമുക്ക് നോക്കാം. അതിനെന്ത് വിളിക്കുന്നു, വിഡ്രോവൽ അല്ലെങ്കിൽ റിട്രീറ്റ് ഓഫ് മൺസൂൺ. ആരാണത്, വിഡ്രോവൽ അല്ലെങ്കിൽ റിട്രീറ്റ് ഓഫ് ദി മൺസൂൺ എന്ന് പറയുന്നത്. വിഡ്രോവൽ ആൻഡ് ദി റിട്രീറ്റ് ഓഫ് ദി മൺസൂണിനെ പറ്റി നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് എങ്ങനെയായിരിക്കും, തുടക്കം ആക്ച്വലി ഭയങ്കര റാപ്പിഡ് ആയിട്ടുള്ള പ്രോസസ്സ് ആണെങ്കിൽ കൂടിയും എൻ്റെ അവസാനം വന്നിട്ട് ഭയങ്കര ഗ്രാജുവൽ ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ ഏർലി സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ തുടക്കത്തിലാണ് ഇതിൻ്റെ ഒരു ശാന്തി കുറച്ചൊന്ന് തണുത്ത് വരുന്നുണ്ടാകുന്നത്. ഒരു ഏർലി സെപ്റ്റംബറിലായിരിക്കും വരുന്നുണ്ടാകുന്നത്. എവിടെ ആയിരിക്കും തുടങ്ങുക, നോർത്ത് വെസ്റ്റ് ഇന്ത്യ പാർട്ടിലാണ് ആക്ച്വലി ഇതങ്ങ്
പയ്യെ പയ്യെ ആയിട്ട് കുറഞ്ഞു വരുന്നത്. പിന്നെ ഒരു മിഡ് ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ എങ്ങോട്ട് വരുന്നു, നമ്മുടെ നോർത്ത് ഹാഫ് പെനിൻസുലയിലോട്ട് അവർ വരുന്നുണ്ടാകും. എന്നിട്ട് നമ്മൾ പയ്യെ എന്ത് ചെയ്യുന്നുണ്ടാകും, സദേൺ പെനിൻസുലോട്ട് വന്നിട്ട് അവർ അങ്ങ് തീരുന്നുണ്ടാകും. മനസ്സിലായല്ലോ? സോ മൺസൂൺ എവിടെയാണ് തീരുന്നത്? സദേൺ പെനിൻസുല വന്നിട്ട് അങ്ങ് തീരുന്നുണ്ടാകും. എവിടെയായിരിക്കും? ഒരു ഏർലി ഡിസംബർ ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മൺസൂൺ, ഇപ്പം ജൂൺ ആദ്യം ആകുമ്പോഴത്തേക്ക് മൺസൂൺ തുടങ്ങുന്നുണ്ടാകും. ഡിസംബറിന് മുമ്പ് ഏർലി ഡിസംബർ ആകുമ്പോഴത്തേക്ക് മൺസൂൺ തീരുന്നുണ്ടാകും. എങ്ങനെയായിരിക്കും? ആദ്യം നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലോട്ട് സെപ്റ്റംബറിൽ പോകുന്നുണ്ടാകും. ഒരു മിഡ് ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് നോർത്ത് ഹാഫ് പെനിൻസുലായിട്ട് വന്നിട്ട് സൗത്ത് പെനിൻസുലായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും? ഒരു ഏർലി ഡിസംബറിൽ നമ്മുടെ മൺസൂൺ തീരുന്നുണ്ടാകും. അത്ര മനസ്സിലായല്ലോ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് മൺസൂൺ, അതിൻ്റെ മെക്കാനിസംസ്, അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ വിഡ്രോവലും മോൺസെറ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സീസൺസിൻ്റെ പറ്റിയായിരിക്കും പഠിക്കാൻ പോകുന്നുണ്ടാവുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഡൗട്ട് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൊടുക്കുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്യാൻ കൂടെ മറക്കരുത്. ഇതുപോലെ നല്ല ക്ലാസ്സുകളൊക്കെ ടാൽക്കോട്ടോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.